മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ സുഭാഷിതം 14:18 നമുക്ക് ധ്യാനിക്കാം. ദ ബുക്ക് ഓഫ് പ്രൊവേർബ്സ് ചാപ്റ്റർ 14:18. ഇവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: ശുദ്ധഗതിക്കാർ ഭോഷത്വം കാട്ടിക്കൂട്ടുന്നു, ബുദ്ധിമാന്മാർ വിജ്ഞാന കിരീടം അണിയുന്നു. പലപ്പോഴും നമുക്കേറെ ബുദ്ധിയുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, നമ്മൾ ധരിക്കുമെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്നും ഭോഷത്തരങ്ങൾ ഉണ്ടാവാം. അതിനെക്കുറിച്ച് അഹങ്കരിക്കാനൊന്നുമില്ല എന്ന് കരുതുവാൻ കഴിയട്ടെ. നികുതി അടയ്ക്കുവാൻ തോമസ് ആൽവ എഡിസൺ ടാക്സ് ഓഫീസിൽ പോയി. ക്യൂവിൽ മറ്റുള്ളവരോടൊപ്പം എഡിസണും നിലകൊണ്ടു. ക്യൂ വളരെ സാവധാനമാണ് നീങ്ങിയത്. തന്റെ വിലയേറിയ സമയം നഷ്ടപ്പെടുന്നല്ലോ എന്നോർത്ത് എഡിസൺ അസ്വസ്ഥനായി. ഒടുവിൽ കൗണ്ടറിൽ എഡിസന്റെ ഊഴമായി. ഉദ്യോഗസ്ഥൻ ബുക്കിൽ നിന്നും തല ഉയർത്തി, എന്താണ് താങ്കളുടെ പേര്? എഡിസൺ അർദ്ധരാത്രത്തിൽ വിളറി വെളുത്തു. അദ്ദേഹത്തിന്റെ പേര് തന്നെ മറന്നുപോയിരുന്നു. കയ്യിലുണ്ടായിരുന്ന പുസ്തകത്തിൽ എങ്ങാനും തന്റെ പേരുണ്ടോ എന്ന് അദ്ദേഹം തുടരെ മറിച്ചു നോക്കി. ആ സമയത്ത് അദ്ദേഹത്തിന് പിന്നിൽ നിന്ന മനുഷ്യൻ മുന്നോട്ട് വന്ന് അയാൾ പറഞ്ഞു, സർ, ഇദ്ദേഹമാണ് പ്രശസ്തനായ തോമസ് ആൽവ എഡിസൺ. ഓ, ഏത് തന്നെ? അനിയന്ത്രിതമായ സന്തോഷത്തോടെ എഡിസൺ സ്വയം പറഞ്ഞു. അതെ സാർ, എന്റെ പേര് എഡിസൺ, തോമസ് ആൽവ എഡിസൺ. കൗണ്ടിൽ ഇരുന്നവരും ക്യൂവിൽ നിന്നവരും പൊട്ടിച്ചിരിച്ചു. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള അബദ്ധങ്ങൾ സംഭവിക്കാം. എന്നെ എല്ലാവരും അറിയും, ഞാൻ വലിയവനാണ് എന്ന ധാരണ ഒരിക്കലും വെച്ചു പുലർത്താതെ എളിമയോടെ ജീവിക്കുവാൻ നമുക്ക് പ്രേരണ ലഭിക്കട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.